ശൈശവ വിവാഹം നമ്മുടെ രാജ്യത്ത് നിയമം മൂലം നിരോധിച്ചേക്കുന്നതാണ്. ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻറ്റ് ആക്ട് മുഖേന. ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവന് 21 വയസ്സ് പൂർത്തീകരിക്കണം, പെൺകുട്ടിയാണെങ്കിൽ 18 വയസ്സ് പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസ് ആയിട്ട് മാറും വിവാഹത്തിന്. പക്ഷേ ഇങ്ങനെയുള്ള വിവാഹങ്ങൾ നടക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് താഴെയുള്ള പ്രായത്തിൽ ധാരാളം നടക്കുന്നുണ്ട്. അത് പലപ്പോഴും അത് വളരെ വിദ്യാഭ്യാസമില്ലാത്തതും അതുപോലെ താഴേക്കിടയിൽ എന്ന് നമ്മൾ കരുതുന്ന ആളുകളിലുമാണ് ഏറ്റവും കൂടുതൽ ഇതിങ്ങനെ കണ്ടുവരുന്നത്. ഇതിൽ നമ്മുടെ ട്രൈബൽസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി, അതായത് ഗോത്രവർഗക്കാർ, അവര് ഷെഡ്യൂൾഡ് ട്രൈബ്സാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റിലെ ഷെഡ്യൂൾഡ് ട്രൈബ്സാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ഇത് വളരെ പ്രിവലൻ്റ് ആണ്, ഒരുപാടുണ്ട്. അവരിതൊന്നും നോക്കാറില്ല. കാരണം അവർ പുറം ലോകവുമായിട്ട് പലപ്പോഴും ബന്ധമില്ല. അവർ വനത്തിനകത്ത് പ്രത്യേക സ്ഥലങ്ങളിൽ ആയിരിക്കും അവർ കഴിയുന്നത്. കോളനികളാണ് അങ്ങനെയുള്ളത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കോളനികളിൽ 2-3 കോളനികളിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ തൃശ്ശൂർ ജില്ലാ സെഷൻസ് ജഡ്ജി ആയിരിക്കുമ്പോൾ ഞാൻ പോയി പ്രവർത്തിക്കാനുള്ള ഇടം വന്നിട്ടുണ്ടായിരിക്കും. ആനപ്പാന്തം എന്നൊക്കെ പറയുന്ന കോളനിയിലൊക്കെ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു 10-28 കിലോമീറ്റർ വനത്തിനകത്ത് ഉള്ളിൽ കയറണം, എന്നാലേ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. ശാസ്താംപൂ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട് വനത്തിനകത്ത്, അതിനടുത്താണ് അവർ ആ കോളനി താമസിച്ചിട്ടുള്ളത്. അവിടെ ഞാൻ ചെന്നപ്പോൾ പോലും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ശൈശവ വിവാഹം എന്ന് പറയുന്നത് ഉണ്ട്. 12 വയസ്സൊക്കെ ഉള്ളതാണ് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്നത്. 12 വയസ്സുള്ള പെൺകുട്ടിയാണ് കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ ഇതിൻ്റെ ആ മാഗ്നിറ്റ്യൂഡ് അത്രയുമുണ്ട്. അവരൊക്കെ പേക്കോലങ്ങളായിട്ട് മാറി അവരൊക്കെ ഒരു 40 വയസ്സിലൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ മരണപ്പെടും, അവരുടെ ലൈഫ് കഴിയുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും ഇത് നടക്കുന്നു. മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ഒരുപാട് പോക്സോ കേസുകളിൽ പെടുകയാണ്. കാരണം ഇതിപ്പോൾ 18 വയസ്സിന് താഴെ ഉള്ള ഈ പെൺകുട്ടിയെ ഈ ലൈംഗിക ബന്ധത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ പോക്സോ കേസ് വരും. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഒരുപാട് കേസുകൾ, പോക്സോ കേസുകൾ ഉണ്ടാവുന്നുണ്ട്. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, അതാണ് നമ്മൾ പോക്സോ എന്ന് പറയുന്നത്. ഇതിൽ വരും. അങ്ങനെ വരാതിരിക്കാൻ ഇപ്പോൾ ഹൈക്കോടതി അതിന് ഒരു ശക്തമായ ചില ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് ലീഗൽ സർവീസ് അതോറിറ്റിക്കും ഒക്കെ കൊടുത്തു. അതിനകത്ത് പറഞ്ഞത് വയനാട് ഭാഗത്ത്, അത് ചിലപ്പോൾ ഹൈക്കോടതി കൺസിഡർ ചെയ്ത ഭാഗം കേസ് വരുന്നത് വയനാട് ഭാഗത്തു നിന്നായിരിക്കാം. വയനാട് ഏരിയയിൽ, വയനാട് ജില്ലയിൽ എല്ലാ സ്കൂളുകളിലും താഴെ ക്ലാസ് മുതൽ ഇതിന് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കണം. അത് ആ രീതിയിൽ ആ സ്കൂളിലെ കരിക്കുലത്തിൽ വ്യത്യാസപ്പെടുത്തണം, ഉൾപ്പെടുത്തി കൊടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. വളരെ നല്ലതാണത്. അതെൻ്റെ അഭിപ്രായത്തിൽ വയനാട് ജില്ലയിൽ നിന്നല്ല ആക്കേണ്ടത്, നമ്മുടെ കേരളം മുഴുവനാക്കണം. അത് കൂടാതെ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ഈ കോടാലി മുതലായ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ തൃശ്ശൂരിന് കീഴിൽ വരുന്ന തൃശ്ശൂർ ജില്ലയിൽ വരുന്ന അവിടെ ഒരുപാട് കോളനികളുണ്ട്. പത്തനംതിട്ട ജില്ലയിലുണ്ട്. ഇങ്ങനെ പലയിടത്തും ഉണ്ട് കേട്ടോ. വനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഈ ആദിവാസി സമൂഹം ഉള്ളിടത്തൊക്കെ ഇതുണ്ട്. ഇപ്പോൾ മലംകുറവൻ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, അവരുടെ ഇടയിൽ ഇത് വളരെ വളരെ അങ്ങ് പ്രിവലൻ്റ് ആണ്. അതായത് വളരെ സർവ്വസാധാരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള അവരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് മാത്രമല്ല കുറേ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അതായത് ഇതിന് അതായത് നിയമത്തിന് യഥാർത്ഥത്തിൽ അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടില്ല. രൂപീകരിച്ചിരുന്നെങ്കിൽ അതായത് റൂൾസ് ഫ്രെയിം ചെയ്യണം. ആ റൂൾസ് ഫ്രെയിം ചെയ്ത കമ്മിറ്റികളൊക്കെ നിലവിൽ വരും. അങ്ങനെ കമ്മിറ്റികൾ നിലവിൽ വന്നിട്ടുണ്ടോ, അഥവാ ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു തീരുമാനമാണ്. യഥാർത്ഥത്തിൽ ഇതിന് തടയിടേണ്ടതാണ്. ഞാനിത് കണ്ടിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിർബന്ധമായിട്ടും ഇതിനകത്തൊരു ജുഡീഷ്യൽ ഇന്റർവെൻഷൻ ഉണ്ടായത് വളരെ വലിയ കാര്യം. ഇനി അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ സത്വര ശ്രദ്ധ ഈ കാര്യത്തിൽ വേണം. കാരണം ഈ ഒരു സമൂഹം എന്ന് പറയുന്നത് അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകരുത്. അതായിരിക്കട്ടെ നമ്മുടെ കാഴ്ചപ്പാട്.